ക്യാമ്പായിരുന്നു മറ്റേ ശിക്ഷണ സമിതി. നമ്മൾ ഇവര് കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസർ സംഭവം മതിയോ? രാഹുൽ പാർശ്വേരം മനോഹരൻ മൂന്നാമത് മിസ്സായി. ഒന്നുകൂടി കൈ പറ. ക്യാമറ മുന്നിൽ കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ. മുന്നോട്ട് പോകാൻ ലേശെങ്കിൽ ബാക്കിലേക്ക് പോകാം. Sir, yes sir. Dah. Sir. ഇവര് ലേശം പുറകോട്ട് ലേശം പുറകോട്ട് എല്ലാവരും കാണാം. അധിക വരുമാനം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കേരള കടമാലിന്യ പരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് ആന്തൂർ നഗരസഭയിൽ ഇന്നലെ തുടക്കം കുറിക്കുന്നത്.
ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവമാലിന്യം സംസ്കരിച്ച് ജൈവവളമാക്കി കിലോയ്ക്ക് 20 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പദ്ധതിക്കാണ് തുടങ്ങി കൊടുത്തിട്ടുള്ളത്. അത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിന് പുറമെയുള്ള ഒരു അധിക വരുമാനമായിട്ട് മാറും. ഈ പദ്ധതിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അംഗീകാരം കൂടി നമ്മളതിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ഒരു ദൗത്യം എന്നുള്ളത് ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. തുടങ്ങി വെച്ചുകൊണ്ടും പൂർത്തീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. ഇന്നത്തെ നമ്മുടെ പരിപാടി എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള പ്രവർത്തന 100% എത്താൻ പഠിക്കുകയാണ്. സർവോപരി നമ്മുടെ നാടിനെയും മാലിന്യമുക്തമായിട്ടുള്ള ഒരു നഗരസഭയായി രാജേഷിനെ ഞാൻ വളരെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. IAS അവരെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ എഞ്ചിനീയർ ശ്രീ മുഹമ്മദ് സാലിഖ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്നത്തെ നമ്മുടെ പരിപാടിയിലൂടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി പ്രവർത്തിക്കുക ശർമ്മമാരെയും യോജിപ്പിച്ചുകൊണ്ട് ശ്രീ M കൃഷ്ണദാസ് അവരുടെ കോർഡിനേറ്റർ ശ്രീ സുനിൽ കുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് ശ്രീ സുനിൽ കുമാർ. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. നിലയിൽ നിലനിർത്താനും അതിൻ്റെ പ്രവർത്തിക്കുകയാണ്. ജില്ലയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ മറ്റു മേഖലയിൽ വസിക്കുന്ന ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ, അഭിമാനകരമായ ഒരു സംരംഭ പ്രവർത്തനത്തിന് സംസ്ഥാന തലത്തിൽ ഇന്ന് നാന്ദി കുറിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അതേപോലെ തന്നെ ഇവിടെ ആന്തൂർ നഗരസഭയുടെ മിനറൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റിൻ്റെ കെട്ടിടോദ്ഘാടനവും നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെ കടമ്പേരി ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗം ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ മുമ്പിൽ നടത്തും. ഞാൻ ഇവിടെ തന്നെയുള്ള ഒരാളായതുകൊണ്ട് ഒരു പ്രസംഗത്തിനൊന്നും ഞാനിപ്പോൾ മുതിരുന്നില്ല. ആന്തൂർ നഗരസഭ കേരളത്തിലും ഇന്ത്യയിലും ശ്രദ്ധേയമായ രീതിയിൽ മുന്നേറ്റം കുറിച്ച നഗരസഭകളുടെ മുൻപന്തിയിലാണ് നമ്മുടെ നഗരസഭയുള്ളത്. ആന്തൂർ നഗരസഭയിൽ 28 പേരാണ് നമ്മുടെ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ. ഹരിതകർമ്മ സേന ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയാണ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി. എല്ലാ വാർഡിലും ഓരോരാൾ ഇപ്പോഴും തന്നെ നിലവിലുണ്ട്. ഒന്നിൽ കൂടുതലുണ്ട്, 28 ആളുകൾ. ഒരാളെ കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ രംഗത്ത് ഫലപ്രദമായി ഇടപെട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിതകർമ്മ സേനയായി മാറിയ അവരെയെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ശുചിത്വ കേരളത്തിൻ്റെ പട്ടാളം അത് യഥാർത്ഥത്തിൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ?
ഓരോ വീട്ടിലും പോവുക, എന്നിട്ട് അവിടുന്ന് സാധനങ്ങൾ കലക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ട് പൈസ കുറേശ്ശെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. എവിടെ തരാൻ പോകുന്നു എന്നായിരുന്നു പലരുടെയും ധാരണ. ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ്. ഇപ്പോൾ അവർ പറഞ്ഞു 15,000 മുതൽ 22,000 രൂപ വരെ ഞങ്ങൾക്ക് മാസം വരുമാനമുണ്ട് എന്ന് അവരിപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 15,000 മുതൽ 22,000 രൂപ വരെ വരുമാനം ഉണ്ടാകുന്നു. എല്ലാ വീട്ടിൽ നിന്ന് കൊടുക്കുന്നു. ഒരു വീട് ഒഴിയാതെ ആന്തൂർ പഞ്ചായത്തിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പൈസ അവർക്ക് നൽകുന്നുണ്ട്. അതുപോരാ, ഇതാണ് ഇപ്പം നമ്മുടെ പുതിയ സമീപനതാണ്. ഇതുപോരാ, ഈ 22,000 അല്ലെങ്കിൽ 15,000 മുതൽ 22,000 വരെ എന്നുള്ളത് പോരാ. ഇനിയും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി ശേഷി വർദ്ധിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അവർക്ക് ഇടപെടാൻ കഴിയുന്ന പുതിയ സംരംഭങ്ങൾ വേണം. ആ പുതിയ സംരംഭങ്ങളാണ് ഇവിടെ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനമാണ്. അവരുടെ സ്റ്റോറുകൾ, പ്രത്യേക സ്റ്റോറുണ്ട്. ആ സ്റ്റോർ വളമാക്കി വിൽക്കുകയാണ്. ആ വിൽപ്പന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള സബ്സിഡി നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ടല്ലോ. മൊത്തം 24 കോടി രൂപ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സബ്സിഡിയായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പലിശയ്ക്ക് അവർക്ക് പൈസ വാങ്ങാനും സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്തി അവർക്ക് അധിക വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. ഇതിവിടെ നിർത്തേണ്ട. ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി ഇവർ മാറുകയാണ്. നമുക്ക് കേരളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രമാണ്. ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിൽ ഒഴിവാക്കാനാവാത്ത വളരെ അപൂർവം സ്ഥലങ്ങൾ മാത്രമാണ് ലോകം മുഴുവൻ ചാർട്ട് ചെയ്തത്. ആ അമേരിക്കൻ പ്രസിദ്ധീകരണം ഉൾപ്പെടെ അവരുടെ ചാർട്ടിൽ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഒരു സ്ഥലം എന്ന രീതിയിലാണ് കേരളത്തെ അടയാളപ്പെടുത്തിയത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലമല്ല, കേരളം മുഴുവൻ ചേർന്ന ഒരു സ്ഥലം. അതാണ് കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, കേരളത്തിലെ ലക്ഷങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് കേരളത്തിലേക്ക് വരുന്നവർ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? മലിനീകരണം. വെള്ളം, മലിനജലം കെട്ടി നിൽക്കുന്ന മലിനീകരണം പ്രശ്നം, ഖരമാലിന്യം, അതിൻ്റെ പ്രശ്നം. ഇപ്പോഴതെല്ലാം മാറി ഒരു ശുചിത്വ കേരളം രൂപപ്പെട്ടു കഴിഞ്ഞു. അതിശക്തിയായ ജനകീയ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ശുചിത്വ കേരളത്തെ നിലനിർത്താൻ സാധിക്കില്ല. ശുചിത്വ കേരളം നിലനിൽക്കണമെങ്കിൽ കർമ്മസേനയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും ഒപ്പം ജനങ്ങളാകുകയും കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ലോകം ശ്രദ്ധിക്കുന്ന കേരളത്തിൻ്റെ ഈ പച്ചപ്പും കേരളത്തിൻ്റെ ഈ മനോഹാരിതയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാനും ലോകത്തിൽ കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം, ഒരു സ്ഥലമാണ് കേരളം എന്ന് ടൈംസ് മാസിക പറഞ്ഞ കാര്യം നല്ല ഓർമ്മയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കും.